ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാമുകളാണ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ പഠിച്ച എല്ലാ പ്രോഗ്രാമിലും എഴുതിയ മെയിൻ എന്ന ഫങ്ഷന് പകരം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മറ്റു ഫങ്ഷനുകളാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. അപ്പോൾ അത്തരം ഫങ്ഷനുകൾ ഉപയോഗിച്ച് എങ്ങനെ പ്രോഗ്രാം എഴുതാം? നമുക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഇങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതുകയെന്ന് നോക്കാം. അപ്പോൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഉപയോഗിക്കുന്നതിന് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഫങ്ഷൻ ഡിക്ലറേഷൻ, അതാണ് ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഗ്രാമിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫങ്ഷൻ ഡിക്ലറേഷൻ. അപ്പോൾ അതാണ് ആദ്യം കാണുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഇതാണ് ഫങ്ഷൻ കോൾ, അതായത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനെ വിളിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷനെ മെയിൻ ഫങ്ഷനിൽ നിന്നാണ് വിളിക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഫങ്ഷൻ കോൾ. ഫങ്ഷൻ കോളിൻ്റെയും ഫങ്ഷൻ ഡിക്ലറേഷൻ്റെയും ഫങ്ഷൻ ഡെഫിനിഷൻ്റെയും ഒക്കെ സിൻറ്റാക്സ് നമ്മൾ പറഞ്ഞതാണ്. ഈ അടിയിൽ കാണുന്ന ഇതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ. ഫങ്ഷൻ ഡെഫിനിഷനിലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. ഇത് ഫങ്ഷൻ ഡിക്ലറേഷൻ, ദെൻ മെയിൻ ഫങ്ഷനുള്ളിൽ ഫങ്ഷൻ കോള്, ദെൻ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ കോഡ് അടങ്ങിയത് ഫങ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ആദ്യം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫങ്ഷൻ ഡിക്ലറേഷൻ നോക്കുക. അതിലെ ആദ്യം റിട്ടേൺ ടൈപ്പാണ് ഇൻറ്റ്. ദെൻ 2 പാരാമീറ്റേഴ്സാണ്, 2 ഇൻറ്റിജർ പാരാമീറ്റേഴ്സാണ്. അതുകൊണ്ടാണ് വിത്തിൻ ബ്രാക്കറ്റ്സിൽ ഇൻറ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി മെയിൻ ഫങ്ഷനിൽ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. 3 വേരിയബിൾസിൽ 2 വേരിയബിൾസിന് A-B വേരിയബിൾസിലേക്ക് വാല്യൂ റീഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇതൊരു ഫങ്ഷൻ കോളാണ്, അതായത് യൂസർ ഡിഫൈൻ ഫങ്ഷനായ ആഡ് എന്ന ഫങ്ഷനെ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഓഡ് എന്ന ഫങ്ഷനെ കോൾ ചെയ്യുന്ന നേരത്ത് A-B, നമ്മളിപ്പോൾ റീഡ് ചെയ്ത A-B എന്ന 2 വാല്യൂസ് ആ യൂസർ ഡിഫൈൻ ഫങ്ഷനിലേക്ക് പാസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ സമയത്ത് യൂസർ ഡിഫൈൻ ഫങ്ഷനാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഫങ്ഷൻ, ഇതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ. ഇതിൽ A-B കറസ്പോണ്ടിങ് ആയി ഫസ്റ്റ് പാരാമീറ്ററായി ഈ യൂസർ ഡിഫൈൻ ഫങ്ഷനിലെ A എന്ന വേരിയബിളിലേക്കും B എന്ന വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യും. ദെൻ അതിനുശേഷം ഇൻറ്റ് C = A+B എന്ന് പറയുമ്പോൾ ആ A+B റിസൾട്ട് Cയിൽ സ്റ്റോർ ചെയ്യും. ദെൻ റിട്ടേൺ C എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്നത് എവിടെ നിന്നാണോ ഈ ഫങ്ഷൻ കോൾ വന്നത് അവിടേക്കാണ് ഈ വാല്യൂ റിട്ടേൺ ചെയ്യുക. സോ ഇവിടെ വാല്യൂ റിട്ടേൺ ചെയ്യും, അത് നേരെ C എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഇനി ഇവിടെ സമ്മീസ് എന്ന് പറഞ്ഞ് C പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ യൂസർ ഡിഫൈൻ ഫങ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു റിട്ടേൺ ടൈപ്പും അതേപോലെ പാരാമീറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു യൂസർ ഡിഫൈൻ ഫങ്ഷനാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ യൂസർ ഡിഫൈൻ ഫങ്ഷൻ്റെ പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ 2 പാരാമീറ്റേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മെയിൻ ഫങ്ഷൻ. ഈ മെയിൻ ഫങ്ഷനെ കൂടാതെ നമ്മൾ മറ്റെഴുതുന്ന ഫങ്ഷനുകളാണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻ. അപ്പോൾ ഇതൊരു യൂസർ ഡിഫൈൻ ഫങ്ഷനാണ്. യൂസർ ഡിഫൈൻ ഫങ്ഷനിലേക്ക് നമുക്ക് വാല്യൂസ് പാസ് ചെയ്യാം, അതിനാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ യൂസർ ഡിഫൈൻ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നതിനാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 2 നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഫസ്റ്റ് നമ്പർ 23, ദെൻ സെക്കൻഡ് നമ്പർ 23, റിസൾട്ട് ഈസ് 46. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് പ്രോഗ്രാം. ഇതേ പ്രോഗ്രാം തന്നെ മറ്റൊരു രീതിയിലുള്ള ഫങ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം. യൂസർ ഡിഫൈൻ ഫങ്ഷനിൽ ഫങ്ഷൻ വിത്തൗട്ട് റിട്ടേൺ വാല്യൂ ആൻഡ് വിത്ത് പാരാമീറ്റർ എന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഫങ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല എന്നാൽ ഫങ്ഷനിലേക്ക് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ മെയിൻ ഫങ്ഷനിൽ ABC 3 വേരിയബിൾ, 2 വേരിയബിൾസിക്ക് AB വാല്യൂസ് റീഡ് ചെയ്യുന്നു. ദെൻ ആഡ് AB എന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്നു. ആ സമയത്ത് ഈ ആഡ് എന്ന ഫങ്ഷൻ വർക്ക് ചെയ്യുന്നു. ഫങ്ഷനിലേക്ക് AB എന്ന 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നു, അതിന് ഇവിടെ ആക്സസ് ചെയ്യുന്നു. ദെൻ ഇൻറ്റ് C = A+B, Cയിലേക്ക് AB ആഡ് ചെയ്ത വാല്യൂ ദെൻ C പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്ക് റിസൾട്ട് Cയിലെ വാല്യൂ AB ആഡ് ചെയ്ത വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. 23, 46. സെയിം പ്രോഗ്രാമിനെ മറ്റൊരു
ഫംഗ്ഷൻ മറ്റൊരു രീതിയിലുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്തൗട്ട് പാരാമീറ്റർ എന്ന കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നോക്കുക, ഇൻറ്റ് എന്നാണ് റിട്ടേൺ ടൈപ്പ്. സോ ഇൻറ്റിജർ വാല്യൂ ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. പാരാമീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. സോ വിത്തൗട്ട് പാരാമീറ്റർ ആണ്, അതായത് ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂവും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്രോഗ്രാം നോക്കുക, ഇവിടെ മെയിൻ ഫംഗ്ഷൻ അതേപോലെ ഇത് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിൽ ഇൻറ്റ് സി എന്നൊരു വേരിയബിൾ കാണാം. ദെൻ അതിനുശേഷം സി ഈക്വൽ ടു ആഡ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ഇതൊരു ഫംഗ്ഷൻ കോളിംഗ് ആണ്. ആ സമയത്ത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ നോക്കുക, അതിൽ 3 വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്യുന്നത്, എ ബി സി. ദെൻ അതിനുശേഷം 2 വേരിയബിൾസിക്ക് വാല്യൂസ് റീഡ് ചെയ്യുന്നു. ദെൻ സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന കാൽക്കുലേഷൻ പെർഫോം ചെയ്ത ശേഷം റിട്ടേൺ സി, അതായത് ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഈ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. ദെൻ സി എന്ന വാല്യൂ ഇവിടെ നിന്നാണ് ഫംഗ്ഷൻ കോൾ വന്നത്, ഇവിടേക്ക് സി വാല്യൂ എത്തുന്നു. ആ വാല്യൂ അഗെയിൻ ആ സി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ സി പ്രിൻ്റ് ചെയ്യുന്നു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. 23, 46. സെയിം പ്രോഗ്രാം തന്നെ മറ്റൊരു രീതിയിലുള്ള ഫംഗ്ഷനാണ്, യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് വിത്തൗട്ട് പാരാമീറ്റർ എന്ന കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുക, പാരാമീറ്റേഴ്സ് നള്ളാണ്. ദെൻ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. സോ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, ഒരു കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ സമയത്ത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. 2 വേരിയബിൾസിലേക്ക് വാല്യൂ റീഡ് ചെയ്യുന്നു. സി ഈക്വൽ ടു എ പ്ലസ് ബി. ദെൻ റിസൾട്ട് സി പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂസിനെയും റീഡ് ചെയ്യുന്നില്ല, ഒരു വാല്യൂസിനെയും ആക്സസ് ചെയ്യുന്നില്ല, അതേപോലെ ഒരു വാല്യൂവും റിട്ടേൺ ചെയ്യുന്നില്ല. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുന്ന 2 മെക്കാനിസമാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിൻ്റെ എക്സാമ്പിൾസാണ് പറയുന്നത്. ആദ്യം കോൾ ബൈ വാല്യൂ. ഈ ഒരു പ്രോഗ്രാം നോക്കുക. ഈ ഒരു പ്രോഗ്രാമിൽ കോൾ ബൈ വാല്യൂ മെക്കാനിസമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്ന നേരത്ത് ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂ അതിൻ്റെ ഒരു കോപ്പി പാസ് ചെയ്യുന്ന രീതിയാണ് കോൾ ബൈ വാല്യൂ മെക്കാനിസം. അപ്പോൾ ഇവിടെ കാണുന്ന സ്വാപ്പ് എന്ന ഫംഗ്ഷൻ നോക്കുക. യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലെ വോയിഡ് ആണ് റിട്ടേൺ ടൈപ്പ്. ദെൻ 2 പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മെയിൻ ഫംഗ്ഷൻ, അതേപോലെ ഇത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിൽ എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20 എന്ന് പറഞ്ഞ 2 വേരിയബിൾസാണ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിനുശേഷം സ്വാപ്പ് എന്ന ഫംഗ്ഷനെ കാണാം. സ്വാപ്പ് എന്ന ഫംഗ്ഷൻ കോളാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സ്വാപ്പ് എ ബി, നമ്മൾ ഡിക്ലെയർ ചെയ്ത 2 വാല്യൂസും യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. ആ സ്വാപ്പ് എന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, എ ബി എന്ന സെയിം നെയിമിൽ. ഇവിടെ സംഭവിക്കും, പാസ് ചെയ്യുന്ന എ കറസ്പോണ്ടിങ് എയിലും ബി കറസ്പോണ്ടിങ് ആയ ബി എന്ന വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യും. ദെൻ ഇൻറ്റ് ടി, ഇവിടെ സംഭവിക്കുന്നത് സ്വാപ്പ് ചെയ്യാണ്, എയും ബിയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. എയിലുള്ള വാല്യൂ ബിയിലേക്കും ബിയിലുള്ള വാല്യൂ എയിലേക്കും സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതിയിട്ടുള്ളത്. അവിടെ ഒരു ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ച് അതിനെ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി അതിന് ശേഷം ഈ എ എന്ന വാല്യൂവും ബി എന്ന വാല്യൂവും പ്രിൻ്റ് ചെയ്യാണ്. എ ഈക്വൽ ടു അതേപോലെ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് അതിലെ വാല്യൂസ് പ്രിൻ്റ് ചെയ്തതാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും ഇൻ്റർചേഞ്ച് നടക്കില്ല. അതായത് കോൾ ബൈ വാല്യൂ മെക്കാനിസത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു കോപ്പിയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് നോക്കുക. എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20 എന്ന് തന്നെയാണ്. അതായത് ഇവിടെ റിസൾട്ടായിട്ട് നമുക്ക് സെയിം വാല്യൂസാണ്, ഇൻ്റർചേഞ്ച് ചെയ്യാത്ത വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. എന്നാൽ ഇവിടെ കോൾ ബൈ റെഫറൻസ് മെക്കാനിസം നോക്കുക. കോൾ ബൈ റെഫറൻസ് മെക്കാനിസം എന്ന് പറയുന്നത് പാസ് ചെയ്യുന്നത് അഡ്രസ്സുകൾ പാസ് ചെയ്യുന്ന മെക്കാനിസമാണ് കോൾ ബൈ റെഫറൻസ്. അതായത് പാസ് ചെയ്യുന്നത് ഒരു വാല്യൂ അല്ല, അതിൻ്റെ ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നേരത്തെ കോൾ ബൈ വാല്യൂവിൽ ഒരു വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ വരുന്ന ഇൻ്റർചേഞ്ച് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാതെ നമുക്ക് റിസൾട്ട് കണ്ടത്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ
രണ്ട് പാരാമീറ്റേഴ്സാണ്, രണ്ട് പോയിൻ്റർ പാരാമീറ്ററുകളാണ്. അതുകൊണ്ടാണ് സ്റ്റാർ എന്ന സിമ്പൽ ഉപയോഗിച്ചത്, ഇൻറ്റ് സ്റ്റാർ. ഇപ്പോൾ രണ്ട് പോയിൻ്ററാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ്. അതിനുശേഷം മെയിൻ ഫംഗ്ഷനിൽ നോക്കുക, a=10 b=20 എന്ന് പറഞ്ഞ രണ്ട് വാരിയബിൾ ഡിക്ലറേഷനാണ്. അതിനുശേഷം സ്വാപ്പ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന നേരത്തെ ഇവിടെ $a&b എന്നാണ് പാസ് ചെയ്യുന്നത്. ഇതാണ് കോൾ ബൈ റഫറൻസ്. അതായത് a, b എന്ന വേരിയബിൾസിൻ്റെ റഫറൻസ് അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് നോക്കുക, a, b എന്ന് പറഞ്ഞ രണ്ട് പോയിൻ്റർ വേരിയബിൾസാണ്. അതായത് നമ്മൾ ഫംഗ്ഷനിലേക്ക് വരുന്നത് രണ്ട് അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ്സിനെ ആക്സസ് ചെയ്യാൻ, അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ രണ്ട് പോയിൻ്റർ വേരിയബിൾസാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പോയിൻ്റർ വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ അതിന് ശേഷം ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർ എ എന്ന് ഉപയോഗിച്ചാൽ വാല്യൂ ഓഫ് എ എന്നാണ് അർത്ഥം. എ എന്ന അഡ്രസ്സിലുള്ള വാല്യൂ, അതാണ് സ്റ്റാർ എ. അതേപോലെ സ്റ്റാർ ബി എന്ന അഡ്രസ്സിലുള്ള വാല്യൂ, ആ വാല്യൂസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി അതിനുശേഷം നമുക്കിവിടെ ഈ ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ പ്രിൻ്റ് എഫ് ആണ് വർക്ക് ചെയ്യുക. a=b ആൻഡ് b= എന്ന് പറഞ്ഞ് b വാല്യൂസ് പ്രിൻറ്റ് ചെയ്യുന്ന നേരത്ത് അവിടെ ഇൻ്റർചേഞ്ച് ചെയ്ത വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. കാരണം അഡ്രസ്സ് പാസ് ചെയ്യുന്ന നേരത്ത് അഡ്രസ്സിലാണ് ചേഞ്ച് എഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ റൺ ചെയ്യുമ്പോൾ a=20 b=10 എന്നാണ്. അതായത് അവിടെ ഇൻ്റർചേഞ്ച് നടന്നിട്ടുണ്ട്. അതായത് അഡ്രസ്സിലാണ് അവിടെ ചേഞ്ച് നടന്നത്. ഇതാണ് കോൾ ബൈ റഫറൻസ് മെക്കാനിസം.